മോർണിംഗ് ടു ഓൾ. നമ്മൾ AP അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് എക്സസൈസ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത് വെച്ചത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് എക്സസൈസിലേക്ക് പോകുന്നതിന് മുൻപേ ആയിട്ട് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. കാര്യം അതിൻ്റെ അകത്ത് കുറച്ച് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ നേരത്ത് വളരെയധികം സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. പറയുകയാണ് ഒരു APയുടെ nth ടേം, അതായത് ലാസ്റ്റ് ടൈം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? an = a + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ആ APയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ഡൗട്ട് വരും അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്ര വാല്യൂ ആണെന്ന് അറിയുള്ളൂ. അത് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ ആ APയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ANൽ എന്നിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എത്ര ടൈംസ് ഉണ്ടെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ പ്രോബ്ലംസിൽ നമുക്ക് അതൊക്കെ തന്നെയാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ 102 പേജ് നമ്പർ 102 ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫൈൻഡ് ദ 10th ടേം ഓഫ് ദി AP 2, 7, 12 എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ AP തന്നിട്ടുണ്ട് 2, 7, 12 എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ 10th ടേം ഓഫ് ദി AP എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? 10th ടേം അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഒരു AP തരികയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആദ്യം എടുത്ത് എഴുതുക. കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള D എത്രയാണ് നോക്കുക. 7 - 2 എന്നാണ് വരിക അല്ലേ? 7 - 2 എന്ന് പറയുമ്പോൾ 5 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10th ടൈം എന്ന് പറയുമ്പോൾ 8 അല്ലേ വരിക. ഇവിടെ nth ടൈം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. an = a + n - 1 × d. ഈ എന്നിന് പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ എന്താ വരിക? a + n - 1 ന് പകരം ഇവിടെ 10 - 1 എന്നാണ് വരിക. അതായത് 9 d എന്ന് വരും. ഓക്കെ, a അറിയാം 2 ആണ്. 2 + 9 × 5 എന്ന് വരും. 2 + 45 എന്നാണ് വരിക. ആൻസർ 47 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആ APയുടെ 10th ടൈം നമുക്ക് കിട്ടിയില്ലേ? സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ലേ? 8 = 47. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈം ഓഫ് ദി AP 21, 18, 15 -81 ഈസ് -81 ഓൾസോ ഇൻ എനി ടൈം 0. ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ AP തന്നിട്ടുള്ളത് 21, 18, 15. ഓക്കെ, ഇങ്ങനെയാണ് ഒരു AP പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല് -81 എന്ന് പറയുന്നത് ആ APയിലെ ഒരു ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചിട്ടുള്ള എന്താന്ന് വെച്ചാല് 0 എന്ന് പറയുന്നത് ആ ഒരു ടേമില്ല തന്നിരിക്കുന്ന APയിലെ ടേം ആണോ 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇപ്പൊ രണ്ടും ചെയ്യാം അല്ലേ? എങ്ങനെ ചെയ്യുക? ഏതെങ്കിലും ഒരു AP തന്നിട്ട് ആ APയിൽ ഇന്നത്, അതായത് ഏതെങ്കിലും ഒരു നമ്പർ കൂടി തന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആ APയിലെ ടൈം ആണോ ആ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ടൈമില്ലേ, നമ്മുടെ AN എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം ആയിട്ട് ആ തരുന്ന ടൈമിനെ എടുക്കുക. എന്നിട്ട് എന്നിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ എന്നിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവില്ല. അതായത് n = ഇപ്പൊ 10 എന്ന് കിട്ടാം, അല്ലെങ്കിൽ 20 എന്ന് കിട്ടാം അല്ലെ? അല്ലെങ്കിൽ 20/4 എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കുക. 20/4 എന്ന് പറയുമ്പോൾ അതൊരു ഫ്രാക്ഷൻ അല്ലേ വരിക? അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ അല്ലല്ലോ വരുന്നത്. -20 എന്ന് കിട്ടി, അതും പോസിറ്റീവ് ഇൻറ്റിജർ അല്ല വരുന്നത് അല്ലെ? അതായത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് എന്നിന്റെ വാല്യൂ കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു തന്നിരിക്കുന്ന, അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞ ചെയ്തായിരുന്നു -81 പറഞ്ഞ അല്ലെ? ഓക്കെ, അപ്പൊ -81 എന്ന് പറയുന്നത് നമ്മുടെ APയിലുള്ള ഒരു ടേം ആണെന്ന് പറയാൻ പറ്റും.
അതായത് ഏതൊരു സീക്വൻസ് തന്നിട്ട് നമ്മളോട് പറയാണ് ഈ ഒരു ടേം എന്ന് പറയുന്നത് ആ സീക്വൻസിലുള്ളതാണോ, സോറി ആ ഒരു എ പിയിലുള്ളതാണോ എന്ന് ചോദിക്കണം എന്ന് കരുതുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ടൈം ആയിട്ട് എടുക്കുക, n കാൽക്കുലേറ്റ് ചെയ്യുക. n കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ഇന്റിജർ ആണെങ്കിൽ ആ ടൈം ആ എ പിയിലുള്ളതാണ്, അല്ലെങ്കിൽ ആ എ പിയിലുള്ളതല്ല. ഓക്കെ അല്ലേ? ഇപ്പൊ ചെയ്യാലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് -81 അല്ലേ, നമ്മൾ an = -81 എന്നാണ് എടുക്കുന്നത്. a ന്റെ ഇക്വേഷൻ അറിയാലോ, a + n - 1 × d എന്നാണ് വരിക, ഈക്വൽ ടു -81 എന്ന് വരും. ഓക്കെ, ഇവിടെ a = എന്തായിരുന്നു 21 അല്ലേ, കോമൺ ഡിഫറൻസ് b = 18 - 21 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ആൻസർ നമുക്ക് -3 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് -81 പ്ലസ് സോറി ഇത് ഈക്വൽ ടു -81 ആയിരുന്നു അല്ലേ. എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എന്ന് പറയുന്നത് 21 ആണ്, പ്ലസ് n ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇൻറ്റു കോമൺ ഡിഫറൻസ് -3 ഈസ് ഈക്വൽ ടു -81. ഓക്കെ, ഇപ്പൊ 21 പ്ലസ് -3n പ്ലസ് 3 ഈസ് ഈക്വൽ ടു -81 എന്ന് വരും. ഓക്കെ, അപ്പൊ 21 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 24, -3n നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പൊ അതെന്താവും, +3n ആവും അല്ലേ. ഈ -81 ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കും. 21 + 3 + 81 ഈസ് ഈക്വൽ ടു 3n എന്ന് വരും. ഓക്കെ അല്ലേ? ആഡ് ചെയ്യുമ്പോൾ എത്ര എനിക്ക് കിട്ടുക, 24 + 81 എന്നുള്ള രീതി കിട്ടി. 105 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 105 ഈസ് ഈക്വൽ ടു 3n, n ഈസ് ഈക്വൽ ടു 105 ഡിവൈഡഡ് ബൈ 3 എന്നാണ് വരിക. 10ൽ 3 ടൈംസ് ആണുള്ളത്, ബാക്കി 15ൽ 5 ടൈംസ്. നമുക്ക് ആൻസർ n ഈസ് ഈക്വൽ ടു 35 എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പൊ A35 അതായത് 35th ടൈം ആണ് ഈ പറയുന്ന -81 എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റും A35 ഈസ് ഈക്വൽ ടു -81 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഏതായിരുന്നു, 0 അല്ലേ. 0 എന്ന് പറയുന്നത് എത്രാമത്തെ എലമെന്റ് ആണെന്നല്ലേ നോക്കേണ്ടത്. അപ്പൊ 0 എത്രാമത്തെ ടൈം ആണെന്ന് നോക്കാനായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. അതായത് a ഈസ് ഈക്വൽ ടു എന്തെടുക്കുക, 0 ആയിട്ട് എടുക്കുക. അപ്പൊ a + n - 1 × d ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. a തന്നിരിക്കുന്നത് 21 ആണ്, 21 + n - 1 × കോമൺ ഡിഫറൻസ് -3 ആണ്, ഈക്വൽ ടു 0. അപ്പൊ 21 - 3n + 3 ഈസ് ഈക്വൽ ടു 0. 21 + 3 24 ഈസ് ഈക്വൽ ടു ഈ -3n നെക്സ്റ്റ് സൈഡിലോട്ട് എടുത്തു, അപ്പോൾ പോസിറ്റീവായി. ഓക്കെ, ഇനി 24/3 ഈസ് ഈക്വൽ ടു n എന്ന് കിട്ടും. അപ്പോൾ n ഈസ് ഈക്വൽ ടു ആൻസർ 8 എന്ന് കിട്ടും. അപ്പോൾ 8th ടൈം ആണ് 0, അതുപോലെ തന്നെ 35th ടൈം ആണ് -81 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, നമ്മൾ എക്സസൈസിൽ കാണുകയാണ് അല്ലെങ്കിൽ എക്സാമിന് കാണുവാണ്. ഇന്നൊരു ടൈം തന്നിട്ടുണ്ട്, അതൊരു എ പിയിലെ ടൈം ആണോ എന്ന് ചോദിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് കണ്ടുപിടിച്ചുകൂടെ. ലാസ്റ്റ് ടൈം ആയിട്ട് എടുക്കും, എന്നിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ആ കിട്ടുന്ന എന്നിന്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ പറയും അതെന്താണ്, ആ എ പിയിലെ ടൈം ആണ്, അല്ലെങ്കിൽ ആ എ പിയിലെ ടൈം അല്ലെന്നും പറയും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചെക്ക് വെദർ 301 is the term of the list of the numbers 5, 11, 17, 20. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലേ. 301 എന്ന് പറയുന്നത് ഒരു എ പിയിലെ ടൈം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ എ പി തന്നിട്ടുമുണ്ട്. നിങ്ങൾ ഓരോ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് പോകണം കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പൊ എ പി എന്നുള്ളത് 5, 11, 17, 23 ഇതാണ് തന്നിരിക്കുന്ന എ. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, 301 എന്ന് പറയുന്നത് ആ എ പിയിലെ ഒരു ടൈം ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, സാധാരണ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതായത് ഏതെങ്കിലും ഒരു വാല്യൂ തരികയാണെങ്കിൽ ആ വാല്യൂന് നമ്മൾ എന്തായിട്ട് എടുക്കും, ലാസ്റ്റ് ടൈം ആയിട്ട് എടുക്കും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ അകത്തുനിന്ന് n കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ നോക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ a ഈസ് ഈക്വൽ ടു 5 ആണ്, കോമൺ ഡിഫറൻസ് b ഈസ് ഈക്വൽ ടു 11 - 5 6 എന്നാണ് കിട്ടുക അല്ലെ. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 301 ലാസ്റ്റ് ടൈം ആയിട്ടുള്ള a ആയിട്ട് എടുക്കുക. അങ്ങനെ ചെയ്താൽ പോലെ a + n - 1
ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 301 എന്ന് വരും. ഓക്കെ, എ എന്ന് പറയുമ്പോൾ 5 ആണ്. 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 6 ഈസ് ഈക്വൽ ടു 301. ഓക്കെ, അപ്പോൾ 5 പ്ലസ് 6n മൈനസ് 6 ഈസ് ഈക്വൽ ടു 301 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ 6n ഈസ് ഈക്വൽ ടു 301 പ്ലസ് 1 എന്നല്ലേ വരിക, അതായത് 302. ഇത് സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് സൈഡിലോട്ട് എടുക്കും. അപ്പോൾ n ഈസ് ഈക്വൽ ടു 302 ഡിവൈഡഡ് ബൈ 6 എന്നാണ് വരിക. 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 ടൈംസ് വരും. ഇവിടെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 151 ഡിവൈഡഡ് ബൈ 3 ആണ് ഇതിന്റെ വാല്യൂ കിട്ടിയത്. ഇതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണോ? അല്ലല്ലോ, ഇതൊരു പോസിറ്റീവ് ഇൻറ്റിജർ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായാലും 301 എന്ന് പറയുന്നത് ഈ എപ്പിയിലെ ഒരു ടേം അല്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. Find the 11th term of the find the 11th term from the last term of the AP 10, 7, 4, minus 62 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് AP തന്നിട്ടുണ്ട്. AP എങ്ങനെയാന്ന് വെച്ചാൽ 10, 7, 4, etc. മൈനസ് 62 എന്നാണ് വന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ 11th term ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളോർക്കും ഇത് ആദ്യം ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ആ 10th term കാൽക്കുലേറ്റ് ചെയ്ത പോലെ ചെയ്താൽ പോലെ എന്ന് വിചാരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. 11th term ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ എവിടെ നിന്നാണ്? ലാസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക, അതായത് അവസാനത്ത് നിന്ന് നോക്കാൻ നേരത്തുള്ള 11th term ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ 2 മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 പഠിച്ചതിന് ശേഷം ഏതാണ് സിമ്പിൾ എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്തു. എന്തായാലും ഞാൻ 2 പറഞ്ഞുതരാം. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ -62 എന്ന് പറയുന്നതില്ലേ, അത് ഇത്രാമത്തെ ടൈം ആണെന്ന് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കത് അറിയാമായിരുന്നു എന്ന് വിചാരിക്കാം. അതായത് ആ APയിൽ ഒരു 25 ടൈംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? 25 ടൈംസ്. എന്നിട്ട് നമ്മളോട് പറയാണ്, അപ്പോൾ നമ്മൾ 25 ടൈംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാണ് കേട്ടോ, അല്ലാണ്ട് നേരത്തെ തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്നിട്ട് 25 ടൈംസ് ഉള്ളതിൽ ലാസ്റ്റിൽ നിന്ന് 11th ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ 1, 2, 3 അങ്ങനെ എത്ര വരെ ഉണ്ട്? 25th പൊസിഷൻ വരെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 25 ടൈംസ് ഉണ്ട്. നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് വേണം? 11th ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ബാക്കിൽ നിന്ന് 11th ടൈം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്ര ടൈംസ് ഉണ്ടാവും? 10 ടൈംസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ 25 ആണ് ലാസ്റ്റത്തെ നമ്പർ അല്ലേ? അതിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 15th ടൈം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 11th ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ APയിൽ പക്ഷേ 25 ടൈംസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണ്ടേ? ചെയ്യാൻ തന്നെ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക? അതായത് ഈ APയിൽ ഞാൻ ക്ലാസ്സിന് സ്റ്റാർട്ടിങ് പറഞ്ഞായിരുന്നു, ഒരു APയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞത്. ആ APയിലെ ലാസ്റ്റ് നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. എന്നിട്ട് n ആ നമ്പർ ഒന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എന്തിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എത്രാമത്. ഇപ്പോൾ 25th ടൈം ആണെങ്കിൽ ആ APയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? അതായത് ലാസ്റ്റ് ടൈം ആണ് 25th ടൈം. അങ്ങനെ എനിക്ക് നമുക്ക് പറയാൻ പറ്റും ആ APയിൽ 25 ടൈംസ് ഉണ്ടെന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ n -62 എന്ന് എടുക്കുക. a എന്ന് പറയുമ്പോൾ ഇക്വേഷൻ നമുക്കറിയാം a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് -62. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് a 10 ആണെന്നുള്ളത് എഴുതിയിരിക്കും. അതുപോലെ കോമൺ ഡിഫറൻസും കാൽക്കുലേറ്റ് ചെയ്തിരിക്കണ്ടേ? 7 - 10 ആൻസർ -3 എന്നാണ് വരിക. ഓക്കെ അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് -3 ആണ്, -62 എന്ന് വരും. അപ്പോൾ 10 - 3n പ്ലസ് 3 -62. 13 - 3n -62 എന്നാണ് വരിക. ഇതിൻ്റെ അകത്ത് -3 എന്ത് ചെയ്യുക? നെക്സ്റ്റ് സൈഡിലോട്ട്, അതായത് റൈറ്റ് സൈഡിലോട്ട് എടുക്കുക. -62 ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുക. അപ്പോൾ പ്ലസ് 62 ആയി, ഇവിടെ +3 എന്ന് വരും. 10 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 75 എന്ന് കിട്ടും. എന്നല്ല 3n 75. n എന്താ വരിക?
75 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ആൻസർ 25 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 25 ടൈംസ് ആണ് ഈ എ പിയിലുള്ളത്. 25 ടൈംസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ലാസ്റ്റിൽ നോക്കുമ്പോൾ 11th നമ്പർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? 25ൽ നിന്ന് 11th നമ്പർ ആണ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 10 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 15 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ 15 10 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. a 15 is equal to a plus n minus 1 എന്ന് പറയുമ്പോൾ 15 minus 1 എന്ന് പറയുമ്പോൾ എത്ര വരിക? 14. അപ്പോൾ a plus 14d എന്ന് വരും. a എന്ന് വെച്ചാൽ ആൻസർ 10 ആയിരുന്നു. 10 plus 14 into കോമൺ ഡിഫറൻസ് -3 ആണ്. ഓക്കെ, അപ്പോൾ 10 plus 10 minus 14 into 3 എത്ര വരിക? 12 4 minus 42 എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് -32 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ലാസ്റ്റിൽ നിന്ന് 11th ടൈം എന്ന് പറയുമ്പോൾ ഏതാ വരിക? -32 ആണ് വരിക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു സെക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. വേറൊരു രീതിയിൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതേതാണെന്ന് പഠിക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ എ പി ഇല്ലേ, ഇതല്ലേ നിർണ്ണയിച്ചത്? 10 7 4 ലാസ്റ്റ് എത്ര വന്നേച്ചത്? -62 എന്നാണ് നയിച്ചത് അല്ലെ? ഈ എ പിനെ റിവേഴ്സ് ചെയ്യുക. അതായത് ആദ്യം വന്നേച്ച വാല്യൂ എന്ത് ചെയ്യും? അവസാനമായി പോകും അല്ലെ? അതുപോലെ അവസാനത്തെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യവും വരും. ആ രീതിയിൽ റിവേഴ്സ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ കോമൺ ഡിഫറൻസ് ഇല്ലായിരുന്നോ? നേരത്തെ നമുക്ക് കിട്ടിയത് -3 എന്നല്ലായിരുന്നു കിട്ടിയത്. അതിന്റെ സൈൻ ചേഞ്ച് ആവും. ആ സൈൻ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ പോസിറ്റീവ് ആവും. ഇപ്പൊ പോസിറ്റീവ് വാല്യൂ ആയിരുന്നു കിട്ടിയെങ്കിൽ എന്താവും? നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് എ പി എഴുതാം ആദ്യം. -62 എക്സെട്ര എന്ത് വരും? 4 7 10. ഇതാണ് നമ്മുടെ എ പി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എ പി തിരിച്ചെഴുതിയപ്പോ ഇനി എന്ത് ചെയ്താൽ മതി? ഇനി 11th ടൈം തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് ആ എ പിയിൽ എന്താ ബാക്കിൽ നിന്ന് 11th ടൈം അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എ പി തിരിച്ചെഴുതുക. എന്നിട്ട് നമ്മൾ സാധാരണ 11th ടൈം എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യണത് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ A11 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അതായത് a plus 10d എന്നാണ് വരിക. a എന്ന് വെച്ചാൽ ഏതാണ്? -62 plus 10 into കോമൺ ഡിഫറൻസ് എന്ന് പറയാൻ നേരത്ത് ഈ രണ്ട് ടൈംസ് നമ്മൾ കൺസിഡർ ചെയ്ത് എഴുതുക. 7 - 4 ആൻസർ എത്ര കിട്ടിയത്? 3. നേരത്തെ എന്തായിരുന്നു കണ്ടുപിടിച്ചപ്പോൾ? -3 അല്ലായിരുന്ന? സൈൻ ചേഞ്ച് ആയി. അത്ര മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ -62 plus 30 എന്ന് വരും. അപ്പൊ ആൻസർ എത്ര വരിക? -32 എന്നാണ് വരിക. നേരത്തെ -32 തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണേലും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഏത് മെത്തേഡ് വെച്ചിട്ട്, അതായത് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള മെത്തേഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ പറ്റിയത് ഏതാണെന്ന് വെച്ചാൽ ആ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.